ഹലോ മക്കളെ, ഈ വർഷത്തെ SSLC IT പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റി അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഫുള്ളായിട്ട് കണ്ടിരിക്കുക. കാരണം തിയറി ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാവും, വെരി ഷോർട്ട് ആൻസർ എങ്ങനെ ആൻസർ ചെയ്യണം, എന്തൊക്കെ പ്രാക്ടിക്കൽ ചോദിക്കും, അതിൻ്റെ പാറ്റേണും എല്ലാം ഞാൻ പറഞ്ഞത് എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കാമെന്നും നിങ്ങളുടെ SSLC ജേർണിയിലെ ഫസ്റ്റ് A+ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ മേടിക്കാൻ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. മകളെ ഫുൾ പവറിൽ കേട്ടിരുന്നോ? നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കും. എത്ര ദിവസം നിങ്ങൾ പഠിക്കണം, എത്ര ദിവസം എത്ര വീഡിയോസ് കണ്ടു പഠിക്കണം എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടി മക്കളെ, കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ IT ക്ലാസ്സുകൾ, ഞാനെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ സ്കൂളുകളിൽ എന്താണ് അവർ പ്രൊജക്ടറിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്നെ ഉറപ്പിച്ച് പറയാം, ഏറ്റവും ബെസ്റ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സും തിയറി ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് ഓൾറെഡി ഈ ചാനലിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ പുതിയ ക്ലാസ്സസ് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാ കുറേ കുട്ടികൾ നിങ്ങളുടെ സ്കൂളിൽ അവരുടെ സ്കൂളിലൊക്കെ പ്ലേ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറേ ആൾക്കാർ, കുറേ ടീച്ചേഴ്സ് തന്നെ ആക്ച്വലി അവരുടെ ക്ലാസ് ഗ്രൂപ്പിലിട്ട് ഇത് കണ്ടിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വർഷം പേടിക്കുന്ന ഫുൾ A+ ഞാൻ മേടിച്ചാൽ അതിൻ്റെ ഫസ്റ്റ് A+ ഇവിടെ നിന്നാണ് വരാൻ പോകുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങൾക്ക് IT എക്സാമിനെ പറ്റി അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കും. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ മക്കളെ, നമ്മുടെ എക്സാമിനറുടെ ക്രാഷ് ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ഷോർട്ട് നോട്ട്സും എല്ലാം റെക്കോർഡ് ക്ലാസ്സായിട്ട് PYQs ഇൻക്ലൂഡഡ് എല്ലാം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ബുക്കും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഫസ്റ്റ് കാര്യം മക്കളെ, 50 മാർക്കാണ് നമ്മുടെ മൊത്തം പരീക്ഷ. ഓക്കെ, പക്ഷേ നിങ്ങൾ എത്രയാണ് മാറ്ററിൽ എടുക്കേണ്ടത്? 10 മാർക്ക് C മാർക്ക് നിങ്ങൾ അത്യാവശ്യം മോശമില്ലാണ്ട് നിങ്ങൾ ടീച്ചറിനെ കുറേ വെറുപ്പിച്ചിട്ടില്ലെങ്കിൽ 10 മാർക്ക് നിങ്ങൾ കിട്ടിക്കോളും. തിയറി മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ Cൻ്റെ മാർക്ക് നിങ്ങൾ ടീച്ചർ ഇട്ടോളും, പേടിക്കേണ്ട. തിയറി മാർക്ക് എന്ന് പറഞ്ഞാൽ 10 മാർക്കാണ്. തിയറി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ നടക്കുന്നതിൻ്റെ കൂടെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഓക്കെ, പ്രാക്ടിക്കലൂടെ നമുക്ക് എന്താണ് വരിക? 5. ഓക്കെ, നമുക്ക് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചോ. റെക്കോർഡ് 2 മാർക്ക്, നിങ്ങൾ റെക്കോർഡ് ബുക്ക് വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് 2 മാർക്ക് കിട്ടിക്കോളും. പിന്നെ നമുക്ക് 28 മാർക്കാണ് വരുന്നത് പ്രാക്ടിക്കലിന്. നമുക്ക് 4 ചോദ്യം ഉണ്ട് 7 മാർക്കിന്. 4 × 7 28 മാർക്ക്. ഈ 4 ചോദ്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഫസ്റ്റ് A+ കിട്ടി. ബാക്കിയുള്ളത് ഏകദേശം നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കോളും. എങ്ങനെയാണ് MCQയും VCA തമ്മിലുള്ള വ്യത്യാസവും പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ മക്കൾ, നമ്മുടെ ഡേറ്റ്സ് വരുന്നത് ജാനുവരി 20. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ മോഡൽ എക്സാം തുടങ്ങുന്നത് 20 to 30. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ 20 to 30 ഇടയ്ക്ക് നിങ്ങളൊരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അങ്ങ് ഇരുത്തും. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ അങ്ങ് ഇരുത്തും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വരും. അതേപോലെ തിയറീൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം അതിൽ വരും. നിങ്ങൾ അത് എടുത്തിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. വളരെയധികം പെർസെൻറ്റേജ് എന്താണ്, നിങ്ങൾക്ക് ആകെ ഒരു 10-15 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് റിപ്പീറ്റ് ആവുക. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ മോഡൽ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യുക? കഴിഞ്ഞ വർഷത്തെ എൻ്റെ വീഡിയോസ് ഒന്ന് വേഗം ഒന്ന് കണ്ടുപോകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് സിൻഫിക് സ്റ്റുഡിയോ ഉണ്ട്, സൺക്ലോക്ക് ഉണ്ട്, ഇതുണ്ട് ഇങ്സ്കേപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വേഗം കണ്ടുപോകുക. ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട, എന്താണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് പോയി അറ്റൻഡ് ചെയ്യുക മോഡൽ എക്സാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, സമയം തീരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നിങ്ങളും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്തൊക്കെ ക്വസ്റ്റ്യനാണ് വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും ഐഡിയ കിട്ടും. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വീണ്ടും വരുത്തുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എത്ര സമയം എടുക്കുന്ന, എന്തൊക്കെ പ്രശ്നങ്ങൾ മോഡൽ എക്സാമിന് വന്നു, അത് നമ്മൾ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് റെഡിയാക്കണം. അപ്പോൾ ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടുകയാണ്, ഞാൻ ഡെഫിനറ്റ്ലി അതന്നെ നിങ്ങൾക്ക് ചെയ്തു തരാം പബ്ലിക് എക്സാമിന് മുമ്പ്. അപ്പോൾ അത് തന്നെ പഠിച്ചു പോയാൽ മതി, ഒന്നും പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരാവുന്നത്? തിയറി എന്ന് പറയുമ്പോൾ ഏത് ചാപ്റ്ററിന് വരാം? തിയറി നമുക്ക് 10 മാർക്കിനുണ്ട്. അപ്പോൾ 10 MCQ ചോദിക്കും കേട്ടോ. 10 MCQ ഉണ്ട്. ഓരോന്നിനും എന്താണ്? അര മാർക്ക്. അപ്പോൾ എത്രയായി? 5 മാർക്ക് ഇവിടുന്നും. വെരി ഷോർട്ട് ആൻസറിൽ ഒരു ചോദ്യത്തിൽ 5 ഓപ്ഷൻ ഉണ്ടാവും, 2 ശരി ഉണ്ടാവും. മക്കളെ, MCQ എന്ന് പറയുമ്പോൾ 4 ഓപ്ഷനിൽ 1 ശരി. വെരി ഷോർട്ട് 5 എണ്ണത്തിൽ 2 ശരി. അപ്പോൾ 2 ശരിയായ 1 മാർക്ക് കിട്ടും. അപ്പോൾ അര മാർക്ക് അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 5 × 5 5 × 2 × 0.5 എത്ര? 5 കിട്ടും. 5 മാർക്ക് ഇവിടുന്ന്, 5 മാർക്ക് ഇവിടുന്ന്, 10 മാർക്ക്. ഓക്കെ, പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നിങ്ങൾക്ക് 4 ഗ്രൂപ്പായിട്ടാണ് തരിക. ആ ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോ നിങ്ങൾ ചോദ്യം എടുക്കണം. 7 മാർക്ക് കിട്ടും. ടോട്ടൽ 28. റെക്കോർഡിന് 2 മാർക്ക്. ഓക്കെ, ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ മക്കളെ, ഈ പ്രാക്ടിക്കൽ ഈ ചിഹ്നം കാണിച്ചിരിക്കുക. തിയറി ഏത് ചാപ്റ്റർ എന്ന് ചോദിക്കാം. ഈ ഇമോജി കൊടുത്ത ചാപ്റ്റേഴ്സിനായിരിക്കും കൂടുതലും പ്രാക്ടിക്കൽ വരാൻ ചാൻസസ്. ഓക്കെ, മൂവിങ് ഇമേജ് ആണ് നമ്മുടെ ഇത്, ആനിമേഷൻ പൈത്തണിന് വരാം, HTML വരാം, ഏതും വരാം. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. ഇനി എല്ലാത്തിനും ലിങ്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ള കഴിഞ്ഞ 2-3 വർഷത്തിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്. ഈ വർഷത്തിന് വരുന്നതായിരിക്കും. അപ്പോൾ ഒന്നും പേടിക്കേണ്ട. ഓക്കെ, ലക്ഷക്കണക്കിന് ആക്ച്വലി മില്യൻസ് ഓഫ് വ്യൂസ് വരെ വന്നിട്ടുണ്ട് ഇതിലേക്ക് റോട്ടിൽ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരും. ആദ്യം തന്നെ ഫസ്റ്റ് നിങ്ങളുടെ വേൾഡ് ഓഫ് ഡിസൈനിങ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? അതിൽ നിങ്ങൾ ഒരിക്കലും ഭയങ്കര സംഭവങ്ങളൊന്നും പഠിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് നിങ്ങൾ ഒരു ഐഡിയ മനസ്സിലാക്കുക. ഇതിലെന്താ?
ഒരു സർക്കിൾ ഉണ്ടാക്കുക, അതിൻ്റെ മേലൊരു സർക്കിൾ ഉണ്ടാക്കുക, ആ വളച്ച് ഓക്കെ എന്താണ് ഒബ്ജക്റ്റ് ഓൺ എന്തൊരു പുട്ട് ഓൺ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഞാൻ കറക്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളവിൽ ഇങ്ങനെ എഴുതാൻ പറ്റണം ഫസ്റ്റ് കാര്യം. അതാണ് ഇവിടെ എന്താണ് പഠിക്കുന്നത്, നിങ്ങൾക്കൊരു ഈ സാധനമൊക്കെ തന്നിട്ടുണ്ടാവും. നിങ്ങൾ എന്താണ് ഈ പോസ്റ്റ് സാധനം ഈ പുല്ലിൻ്റെ പുറകിൽ പക്ഷേ എന്താണ് ഗ്രൗണ്ടിന് മേലെയായിട്ട് അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റണം. ഇത് നിങ്ങൾ വളവിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കട്ട് ചെയ്ത് കളയണം. അതാണ് പഠിക്കുന്നത്. ഇത് നിങ്ങൾ ഓരോന്ന് ഗ്രൂപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും. ഇതെന്താണ് ഗ്രേഡിയൻറ്റ്, ഇതെന്ത് ഗ്രേഡിയൻറ്റാ ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റും മക്കളെ? ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കളറിന് മറ്റേ കളറിലേക്ക് മാറുന്നു, പക്ഷേ നേരെ പോകുന്നതിന് ലീനിയർ ഗ്രേഡിയൻറ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ റൗണ്ട് പോലെ പോകുന്ന എന്ത് ഗ്രേഡിയൻ്റ് ആണെന്ന് കമൻറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ് തിയറിക്കും. ഇവിടെ എന്താണ് ഇവിടെ ലീനിയർ ഗ്രേഡിയൻറ്റ് കാണാൻ പറ്റും. വളവിൽ എന്താണ് പുട്ടോണ്ട് ആ ഒബ്ജക്റ്റിൽ കൊണ്ടിട്ട് ട്രേസ് ചെയ്യുക. ഇവിടെ അതൊക്കെ തന്നെയാണ് വരുന്നത്. സെയിം സംഭവങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യുക, അവസാനം ഗ്രൂപ്പ് ചെയ്യുക. അതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഈ വർഷം ചില പുതിയ ഡിസൈൻ ആയിരിക്കും, വിഷയമല്ല, സെയിം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ കിട്ടും. ഓക്കെ, പബ്ലിഷിങ്ങിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ് വരുന്നത്? ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ വീഡിയോസ് വരുന്നത്. നിങ്ങൾക്ക് OTT ബേസിക്കലി നിങ്ങളുടെ ലിബ്രെ ഓഫീസിൽ എന്താണ് വരുന്നത്? നിങ്ങളുടെ ഹെഡിങ്സ് എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ മക്കളെ, ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈൽ നിങ്ങൾ മാറ്റിയിട്ട് അതെന്താ റെഡിലാണ്, അത് കുറച്ച് മാറ്റാനുള്ള ഇൻഫർമേഷൻ മൊത്തം തരും, നിങ്ങളത് മാറ്റാം. ഓക്കെ, അപ്പോൾ തന്നെ മാറിക്കോളും. ഓക്കെ, ചില കാര്യങ്ങൾ ഹെഡിങ് എന്താക്കണം, ഗ്രീനും സെൻറ്റർ ആക്കിയാൽ കഴിഞ്ഞു. ഓക്കെ, ആൻഡ് ഫോണ്ട് ഫാമിലി മാറ്റുക, അത് പോയിട്ട് ഹെഡിങ് 1 മാറ്റുക. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ പോയി കണ്ടാൽ മതി. വളരെ സിമ്പിൾ, ഒരു 10 മിനിറ്റ് ഇത്രേ ഉള്ളൂ. 10-15 മിനിറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ സാധനമുള്ളൂ. ഓക്കെ, അപ്പോൾ അതേ സമയം മലയാളത്തിലും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ആയിട്ട് തന്നോളൂ. ചാപ്റ്റർ 3 എന്താണ്? നമ്മുടെ അട്രാക്റ്റീവ് വെബ് ഡിസൈൻ. വെബ് ഡിസൈൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് സാറേ ഈ കണ്ടിട്ട് പേടിക്കണ്ട, ഒന്നും പേടിക്കാനില്ല. നിങ്ങൾക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു HTML കോഡ് അവർ തരും. ഇങ്ങനത്തെ ഒരു HTML കോഡ് അവർ തരും. ഓക്കെ, അപ്പോൾ HTML കോഡ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോഡ് എടുത്തിട്ട് അവർ ഇൻസ്ട്രക്ഷൻ തരും, ഇത് ഇങ്ങനെ ആക്കണം എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് മാറിയത്? ഇവിടെ പച്ച കളറാണ് ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ എന്താണ് ഓറഞ്ച് കളറാക്കണം. അപ്പം എവിടെയെങ്കിലും ഒരു ഗ്രീൻ ഉണ്ടാവും ഹെഡിങ്ങിൻ്റെ അവിടെ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ അത് മാറ്റിയിട്ട് ഇതാക്കണം, റെഡ് ആക്കണം, എന്താണ് ഓറഞ്ച് ആക്കണം. ടൈറ്റിലിൻ്റെ സൈസ് കുറഞ്ഞില്ലേ, അപ്പം മിക്കവാറും ഇത് H1 ആയിരിക്കും, ഇത് H2 ആയിരിക്കും. ഓക്കെ, H1 മാറ്റി H2 ആക്കണം, അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ് വൈറ്റ് ആണ്, ബാക്ക്ഗ്രൗണ്ട് ഇവിടെ എന്താ ബ്ലൂ ആണ്, അപ്പം അത് മാറ്റിയിട്ട് ബ്ലൂ ഇടണം. അപ്പം മൊത്തം ബോഡിക്ക് ഒരു ഇത് ഇടണം, അത് മാറ്റി. പിന്നെ എനിക്കൊന്നും മിക്കവാറും ഫോണ്ട് മാറിയിട്ടുണ്ട്. അത്രയും ചെയ്താൽ ആ കോഡിലുള്ള ആ കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയാൽ മതി, മൊത്തം ഉണ്ടാക്കണ്ട. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പഠിക്കും. ഓക്കെ, റെഡി? ഇനി അതാണ് അട്രാക്റ്റീവ് വെബ് ഡിസൈനിൽ വെബ് പേജ് ഉണ്ടാക്കണ്ട, ചെറിയ മാറ്റങ്ങൾ വരുത്താം. പൈത്തൺ ഗ്രാഫിക്സ് ഏറ്റവും സിമ്പിൾ മക്കളെ. കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. മറ്റൊരാളുടെ അടുത്ത് നിന്ന് കോപ്പി അടിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു കോഡ് തന്നു, അതങ്ങനെ തന്നെ കോപ്പി ചെയ്ത് എഴുതണം. ഫസ്റ്റ് കാര്യം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇതാണ് തരിക ക്വസ്റ്റ്യൻ, ഈ ഒരു കോഡ് തരും. ഈ കോഡ് ആർക്കെങ്കിലും കോപ്പി അടിക്കാൻ പറ്റാത്തതുണ്ടോ? ഒരു പ്രശ്നം. നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കി കോപ്പി അടിക്കുക, ടാബൊക്കെ ഇടുക, കറക്റ്റ് കോളനും കുത്തൊക്കെ ഇട്ടാൽ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ടൈപ്പ് ചെയ്ത് ഈ സാധനം കിട്ടും. ഇനി അവർ പറയുന്ന എനിക്ക് ഈ സാധനം വേണ്ട, ഇത് കാണിക്കണം ടീച്ചറിന്, അതുകൊണ്ട് ഈ ടീച്ചർ ഇത് കാണിക്കണം. അവിടെ സെയിം കോഡിൽ ചെറിയ വ്യത്യാസം മക്കളെ. ബ്ലൂ ഉള്ളവിടത്ത് ഇത് ലൈറ്റ് ബ്ലൂ ആയിരിക്കും, ആളുള്ളവിടത്ത് യെല്ലോ ആക്കാം മക്കളെ. ഇവിടെ നമുക്ക് 2 കളറാണ്, ബ്ലൂവും സിയാനും. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? ബ്ലൂ മാറ്റിയിട്ട് പെർപ്പിളോ എന്താ വയലറ്റോ എന്തോ ആക്കണം, സിയാൻ മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം, ഇതാക്കണം, യെല്ലോ ആക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അങ്ങോട്ട് ആദ്യം ഇവിടെ ഒന്ന് യെല്ലോ എന്താ പെർപ്പിൾ കൊടുക്കുക, അല്ലെങ്കിൽ പെർപ്പിൾ യെല്ലോ കൊടുക്കുക. ഇനി പെർപ്പിൾ വർക്ക് ചെയ്തില്ല വയലറ്റ് ആക്കി നോക്കിയാൽ അവസാനം ഈ സാധനം കിട്ടുന്നവരങ്ങ് ചെയ്യാം. 2 മാറ്റം. ഇവിടെ എന്താണ് മാറ്റം? ഈ സെയിം സാധനം ചെയ്യാൻ ഇവിടെ ബ്ലാക്ക് മാറിയിട്ട് റെഡായി, യെല്ലോ മാറിയിട്ട് ഗ്രീൻ. അപ്പം ബ്ലാക്ക് ഉള്ളിടത്ത് ഗ്രീൻ എന്താ പറയുക റെഡ് കൊടുക്കുക, യെല്ലോ എടുത്തടുത്ത് എന്താ ഗ്രീൻ കൊടുക്കുക, കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്യാനില്ല. അതേപോലെ ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ ഇത്രേ ഉള്ളൂ. ഈ കോഡിന് ഈ കോഡിൽ ഈ കോഡും തമ്മിൽ ആകെ വ്യത്യാസം. ഇവിടെ 1 2 3 4 5, ഇവിടെ 1 2 3 4 5 6 പ്രാവശ്യം ലൂപ്പ്. ഇവിടെ റേഞ്ച് 5 മാറ്റിയിട്ട് ലൂപ്പ് 6 ആക്കിയാൽ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ സംഭവം. ഈ കോഡ് നിങ്ങൾക്ക് തരും, നിങ്ങളത് ടൈപ്പ് ചെയ്യുക, ചെറിയ മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഇനി ആനിമേഷനിൽ വരുന്ന എന്താണ്? ആനിമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങളോട് അവർ പറയും ഒരു ആകാശത്തിൻ്റെ ഇമേജ് ഉണ്ടാവും, പിന്നെ ഇത് ഈ മൊത്തം ഇമേജ് ഉണ്ടാവും, പിന്നെ എന്താ എയർപ്ലെയിനിന് നമ്മൾ ആഡ് ചെയ്യാം. എയർപ്ലെയിനിന് അവർ ഇമേജ് തരും. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ എയർപ്ലെയിൻ ആദ്യത്തെ ഫ്രെയിമിൽ ഇവിടെ ആയിരിക്കും, 120ാമത്തെ അവസാനത്തെ ഫ്രെയിമിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇടണം. ഓക്കെ, എന്നിട്ടൊരു കീ ഫ്രെയിം. അപ്പം നിങ്ങൾ പ്ലെയിൻ വെക്കുമ്പോൾ എന്താ ഈ പ്ലെയിൻ ഇങ്ങോട്ട് കിട്ടി പോകുന്നു, കാണിക്കുന്നു, കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്യാനില്ല. ചിലപ്പോൾ നിങ്ങളോട് പറയും എന്താ പ്ലെയിൻ്റെ ഇമേജ് ഒന്ന് സൈസ് ചെറുതാക്കാൻ. വെറും കീ ഫ്രെയിമും ടൈം സ്റ്റാമ്പിൻ്റെയും കളിയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. വളരെ സിമ്പിളാണ്. അങ്ങനെയാണ് ഒന്ന് നമ്മുടെ ഡിഫോൾട്ട് FPS ഒന്ന് കമൻറ്റ് ചെയ്തത്. FPSൻ്റെ ഫുൾ ഫോമും ഡിഫോൾട്ട് FPS എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എത്ര സെക്കൻഡ് ഉണ്ടാവും ആനിമേഷൻ എന്ന് കമൻറ്റ് ചെയ്തത്. ഇതൊക്കെ തിയറിയിൽ ചോദിക്കുന്ന ക്വസ്റ്റൻ കേട്ടോ. ഇനി സൺക്ലോക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് ഉപയോഗിക്കുക, കുറച്ച് ഷോർട്ട് കോഡ്സ് മനസ്സിലാക്കുക. ഇത് അവരിങ്ങനെ ഇൻസ്ട്രക്ഷൻ തരും. സൺക്ലോക്ക് ചെയ്തിട്ട് എന്താ ഡിസ്പ്ലേ ടൈം സോണിന് വേണ്ടി ഒരു കീ ഉണ്ട്.
അത് കഴിഞ്ഞിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ഇങ്ങനെയുള്ള വരകൾ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ റിമൂവ് ദ സെപ്പറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഇത് എണ്ണി നിൽക്കിയാൽ ഈ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം മാറ്റി കിട്ടും. ടേക്ക് എ സ്ക്രീൻഷോട്ട്, പ്രിന്റ് സ്ക്രീൻ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാനുള്ള ഫുൾ ആദ്യം നിങ്ങൾ ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ഇതിനൊക്കെ പ്രിന്റ് സ്ക്രീൻ, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ. 7 മാർക്ക് കിട്ടുന്ന ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. പക്ഷെ പഠിച്ചിട്ട് പോകണം. ഇത്രയും ചെയ്യാതെ ഇത് 4 സ്റ്റെപ്പുള്ളൂ. ഈ ബട്ടൺസ് നിൽക്കിയാൽ കഴിഞ്ഞു ആൻസർ. ഓക്കെ, അതിൻ്റെ വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യൂജിസ് ആണ് വരുന്നത്. ക്യൂജിസിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കിയാൽ, ക്യൂജിസിൽ നമുക്ക് എന്തൊക്കെയാണ്, ലൈൻ എന്താണ്, ഡോട്ട് എന്താണ്, വെല്ലാണോ, സ്കൂളാണോ, വഴിയാണോ, ഹൈവേ ആണോ എന്നൊക്കെ പഠിച്ചു വെക്കണം. അതൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഒരു സാധനം ടേബിൾ എടുക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് മാറ്റാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി ലിബ്രെ ഓഫീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. എന്നാലും ഞാൻ പറഞ്ഞത് ഹെഡിങ് 1 എടുത്തിട്ട് എന്താ ഇവിടെ എന്താണ് പറയുക, ബേസിക്കലി wiki.ott എടുക്കുക. എന്നിട്ട് എന്താണ് ഓൾ സബ് ഹെഡിങ്സ് എന്നാൽ മാത്രം. ഇതാണ് നമ്മുടെ സബ് ഹെഡിങ്ങിൻ്റെ ആക്കേണ്ടത്. എന്തൊക്കെ ഹെഡിങ് 2ൻ്റെ സെറ്റിങ്സ് ഇതാക്കിയാൽ മതി. ഇതാക്കിയാൽ കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. അത് എന്തെങ്കിലും ഏരിയയിലാണ് ഉബുണ്ടു ആക്കുക, ബോൾഡ് ആക്കുക, 1 കഴിയും. ഇത് സെലക്ട് ചെയ്താൽ കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. അടുത്തത് വേറെ എന്താണ്, ഇതെന്താണ് ഇൻഡെക്സ് സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഹെഡിങ് 1 ഹെഡിങ് 2 കൊടുത്തു. ഇനി നമുക്ക് ബേസിക്കലി ഇനി വരുന്നത് എന്താ, ഇനി തിയറി. ഓക്കെ, ഒരു ഇൻഡെക്സിൻ്റെ ക്വസ്റ്റൻ കൂടെ ഉണ്ടായ മിസ് ചെയ്തില്ല. വീഡിയോ ഞാൻ ഇട്ടുതരാൻ പേടിക്കേണ്ട. ഓക്കെ, ഇനി തിയറിയിൽ എന്താണ് വരുന്നത് കൃത്യമായിട്ട് പറയാം. തിയറിയിൽ MCQ എന്ന് പറയും. MCQ എന്ന് പറയുമ്പോൾ എന്താണ്, 4 ഓപ്ഷൻ ഉണ്ടാവും. 4 ഓപ്ഷനിൽ ഒരു ശരി ഉണ്ടാവും. ഓക്കെ, ഒരു ശരിയുണ്ടാവും. നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടും കറക്റ്റ് കിട്ടിയ. തെറ്റായാൽ 1/2 മാർക്ക് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ബേസിക്കലി വാട്ട് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രോജക്ട് ഫയൽ ഓഫ് ക്വാണ്ടം ജിസ്? ഇങ്ങനെ സിമ്പിൾ ചോദ്യം. QGISന്റെ ഷോർട്ട് എന്താണ്, നമ്മുടെ ഫയൽ എക്സ്റ്റൻഷൻ എന്താണ്? ഓക്കെ, അപ്പം 4 ഓപ്ഷൻ ഉണ്ട്. ഒരെണ്ണം സെലക്ട് ചെയ്താൽ നിങ്ങൾ പറയാം SVG എന്താണെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ജിസ് ആണ്. SVG അല്ലാന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, അത് നമ്മുടെ ഇങ്സ്കേപ്പിൻ്റെ ആണ്. ഇനി ഇതിൽ രണ്ടിൽ ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, കമൻറ്റ് ചെയ്യും. QGS ആണോ .gis ആണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇങ്ങനെ എത്ര 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 5 മാർക്ക്. ഇനി അതേപോലെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, വിച്ച് ഐക്കൺ റെപ്രസെൻറ്റ് ടേബിൾ ഇൻ ലിബ്രെ ഓഫീസ്. അപ്പോൾ ലിബ്രെ ഓഫീസ് ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചാടോ. അപ്പോൾ നിങ്ങൾക്ക് ലിബ്രെ ഓഫീസ് ബേസിൽ ഇതിൽ ഏതാണ് ടേബിൾ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ബേസിക്കലി ഏതാ ടേബിളിൽ നിങ്ങൾ ചൂസ് ചെയ്യണം, ABCD ആണോ എന്ന് കമൻറ്റ് ചെയ്യുക. അറിയോ, ഇത് കണ്ടിട്ടല്ല, ഇതും കണ്ടിട്ടല്ല, ഇത് കണ്ടിട്ട് ടേബിൾ എന്ന് പറയുന്നതായിരിക്കും അല്ലേ, കണ്ടാൽ മനസ്സിലായി. കുറേയൊക്കെ വളരെ ഓബ്വിയസ് ആണോ. പിന്നെ ഇതാണ് രസമുള്ള കാര്യം, ഇതാണ് വെരി ഷോർട്ട് ആൻസർ. VSAൻ്റെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5 ക്വസ്റ്റ്യനിൽ 2 ആൻസർ ശരിയുണ്ടാവും. 2 ആൻസർ ശരിയുണ്ടാവും. അപ്പോൾ ഓരോ ഇതിനും 1/2 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യനിൽ 5ലെയും 2 ഓപ്ഷൻ കറക്റ്റ് കിട്ടി 5 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം കറക്റ്റ് 1/2 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി 1/2 മാർക്ക്, അങ്ങനെ കേട്ടോ. ഫോർ എക്സാമ്പിൾ, പിക്ക് ഔട്ട് ദ 2 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് റാസ്റ്റർ ഇമേജ്. മക്കളെ ഫസ്റ്റ് ചാപ്റ്റർ റാസ്റ്ററും വെക്ടറും നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമ്മളുടെ ക്വസ്റ്റ്യൻ സിമ്പിൾസ് ആണ് കേട്ടോ. നോക്കുക, റാസ്റ്റർ ഇമേജസ് ലൂസസ് ദെയർ ക്വാളിറ്റി. ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ എന്ന് പറയാം, നിങ്ങൾക്ക് പറ്റാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാരിറ്റി ഓഫ് ദ റാസ്റ്റർ ഇമേജ് ഇൻക്രീസസ് വെൻ സൂംഡ് ഇൻ. റാസ്റ്റർ ഇമേജിൽ ക്ലാരിറ്റി ഒരിക്കലും കൂടുമില്ല, അതല്ലാന്ന് ഞാൻ പറയാം. റാസ്റ്റർ ഇമേജ് മെയിൻറ്റെയിൻ ദ ക്ലാരിറ്റി വെൻ സൂംഡ് ഇൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറ്റും നോക്ക്. ദ ഇമേജ് ക്രിയേറ്റ് ഇൻ ഗിംപ് സോഫ്റ്റ്വെയർ റാസ്റ്റർ ഇമേജ്. SVG ഇതുമല്ല. ഓക്കെ, നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞു അല്ലേ മക്കളെ. അപ്പോൾ SVG ഉണ്ട്, റാസ്റ്റർ ഉണ്ട്. SVG എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു വെക്ടർ ഫോർമാറ്റ് ആണ്. ഓക്കെ, ആ SVGൻ്റെ ഫുൾ ഫോം ഒക്കെ പറയാം. ഇത് 2 ആൻസർ കറക്റ്റാണ്. ഇതാ എയും ഡി ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾ കുറേ പഠിക്കാനുണ്ട്. അപ്പം ഇവിടെ 1/2 മാർക്ക്, ഇവിടെ 1/2 മാർക്ക്, ഇങ്ങനെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതിനുള്ളെല്ലാം ഞാൻ പറയുന്ന ഒരു 100 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ വീഡിയോസും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഒന്നിനെ പറ്റി ആലോചിച്ച് പേടിക്കേണ്ട, നമ്മുടെ റാസ്റ്ററും ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 7 സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, 7 സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ കുറച്ച് തിയറി പഠിക്കുന്നു. ഇനി 2-3 ദിവസം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 14 വരെ ഉണ്ട് ആൻഡ് 10 ദിവസം മോഡൽ ഉണ്ട്. സാറേ 10 ദിവസം 14 ദിവസം മൊത്തം ഞാൻ ITക്കാണ് സ്പെൻഡ് ചെയ്യുക. നെവർ. നിങ്ങളുടെ മോഡൽ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു 2 ഡേയ്സ്. ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് 2 ഡേയ്സ് നിങ്ങളുടെ റോൾ നമ്പറിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എപ്പോൾ സീറ്റ് കിട്ടുന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 ഡേയ്സ് പ്രിപ്പയർ ചെയ്യുക. ഞാൻ കഴിഞ്ഞ വർഷം തന്നെ കുറച്ച് PYQs ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഉണ്ടാക്കിയത് ഇത് ചെയ്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, കഴിഞ്ഞ വർഷത്തെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തു, അത് പോയി കാണണം. ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇങ്ക്സ്കേപ്പ് ഓരോ സോഫ്റ്റ്വെയർ, അപ്പം QGIS, ഓക്കെ, ഓരോ സോഫ്റ്റ്വെയറും പഠിക്കും. ലിബ്രെ ഓഫീസ്, ഓക്കെ, അല്ലാണ്ട് ഒരു സോഫ്റ്റ്വെയറിലെ 10 ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് ഓരോ സോഫ്റ്റ്വെയറിൽ 1-2 ക്വസ്റ്റ്യൻ പഠിക്കാം. ഓക്കെ, അത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ചാപ്റ്റർ സോഫ്റ്റ്വെയർ നോക്കി കളിക്കാൻ അറിയാം. ഇനി അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻ കണ്ടു. ഇനി പബ്ലിക് എക്സാമിന് എന്ത് ചെയ്യുക, പബ്ലിക് എക്സാമിന് നിങ്ങൾ 3 to 4 ഡേയ്സ് മതി. ഓക്കെ,
3 days എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ നിങ്ങൾക്ക് അപ്പോഴത്തേക്കും നല്ല കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, തിയറി ഒക്കെ പ്രാക്ടീസ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു 3 ദിവസം മാത്രം മാറ്റി വയ്ക്കുക നിങ്ങൾ പബ്ലിക് എക്സാമിന്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിച്ച ആൾക്കാരാണ്, നിങ്ങൾക്ക് അത്യാവശ്യം അറിയെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ നല്ല ശീലമുണ്ടെങ്കിൽ 2 ദിവസം മതി. ഓക്കെ, വലിയ ഐഡിയ ഇല്ല സാറേ, എനിക്ക് കമ്പ്യൂട്ടർ ഞാൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടാറില്ല, സ്കൂളിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് സ്വന്തം 4 ആഴ്ചയൊക്കെ എടുത്തിട്ട് ഒരു 4 ദിവസം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം 4 ദിവസം. കാരണം എന്താണ്, ഈ സമയമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, സോഷ്യലിലൊക്കെ എന്ത് ചെയ്യണം, മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഈ 14 ദിവസം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് എന്താണ്, വാലന്റൈൻസ് ഡേ ആണോ? അല്ല, നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ പ്രിപ്പറേഷനാണ്, എക്സാമാണ്. അപ്പോൾ അതിനും പ്രിപ്പയർ ചെയ്യണം. ഇവിടെ നിങ്ങൾ 14, ഇവിടെ 10, 24 ദിവസം കളയാൻ ഒട്ടും പറ്റില്ല. ഒരു A+ വേണ്ടി 24 ദിവസം കളയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരു എക്സാമിന് നിങ്ങൾക്ക് ഇതിൻ്റെ 10-11 ദിവസം കൂടി കിട്ടില്ല. അപ്പോൾ ഇപ്പം തന്നെ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായ ക്രാഷ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് വേഗം തന്നെ താഴത്തെ നമ്പറിലേക്ക് വിളിക്കാം മക്കളെ. അപ്പോൾ അതോടെ ഞാൻ നിങ്ങൾക്ക് IT എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IT എക്സാമിൽ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആ മൊത്തം ഐഡിയ മനസ്സിലാക്കണം, എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പഠിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താഴെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, പുതിയ വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, വേഗം തന്നെ വരുന്നതായിരിക്കും. ഓക്കെ.